ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്നൊരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ഇൻഫർമേഷൻ വീഡിയോ ആണ്. അതായത് പോളി ലെക്ചറുമായി ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കാറുള്ളൊരു കാര്യമാണ്. അതായത് അതിൻ്റെ സാലറി സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ AICTE സ്കെയിൽ എന്നുള്ള ഒരു ആസ്പെക്റ്റിൽ പറയാറുണ്ട്. അപ്പം പൊതുവേ കുറേ ആൾക്കാർക്ക് AICTE സ്കെയിൽ എന്താ എന്നുള്ള ഒരു ധാരണക്കുറവുണ്ടാവും. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാം എന്നുദ്ദേശിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പം ഇപ്പോൾ ഒരു ലെക്ചർ ഇൻ പോളിയുടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അത് ലെക്ചർ ഇൻ പോളിയുടെ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷനാണ്. അതിൻ്റെ കാറ്റഗറി നമ്പറും ഒക്കെ ഓൾറെഡി നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ എല്ലാം ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നമ്മൾ ഏതായാലും ഡിസ്ക്രിപ്ഷനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർക്ക് അത് കാണാം. അപ്പോൾ അതിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഈ ഒരു എക്സാമിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വന്നേക്കുന്നതെന്ന് പറയുന്നത് 29/1/2025 വരെയാണ്. അപ്പം ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ അത് അപ്ലൈ ചെയ്യുക. മറന്നു പോകരുത്. നല്ലൊരു ജോലിയാണിത്. ഇതിൻ്റെ ഒരു സാലറി സ്ട്രക്ചറും ആണെങ്കിലും നല്ലൊരു സ്ട്രക്ചറാണ്. അപ്പോൾ എന്താണ് AICTE സ്കെയിൽ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, AICTE സ്കെയിലിനകത്ത് ലെക്ചർ ഇൻ പോളിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം കയറുന്ന സമയത്ത് എൻട്രി പേ എന്ന് പറയും. അപ്പോൾ എൻട്രി പേ ആയിട്ട് വരുന്ന ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് 9A ആണ്. ഓക്കെ, അതായത് നമ്മൾ റിക്രൂട്ട്മെൻറ്റ് കഴിഞ്ഞ് കഴിയുമ്പം 9A സ്ട്രക്ചറിലായിരിക്കാം മോസ്റ്റ് ഓഫ് ദി ആളുകളും കയറിയിട്ടുണ്ടാവുക. ഈ 9A എന്ന് പറയുന്ന സ്ട്രക്ചർ എന്താണെന്നും അതുപോലെ ലെവൽ 10 എന്താണെന്നൊക്കെ ഒന്ന് അങ്ങോട്ട് പോകുന്ന സമയത്ത് ഞാൻ ക്ലാരിറ്റി തരാം കുറച്ചും കൂടെ. അപ്പം 9A സ്ട്രക്ചറിൽ കയറുവാണെങ്കിൽ എൻട്രി പേ ആയിട്ട് വരുന്നത്, ലെക്ചറിന് എൻട്രി പേ ആയിട്ട് വരുന്നത് 56,100 റുപ്പീസാണ്. ഇത് എൻട്രി പേ മാത്രമാണ്. ഇനി രണ്ടാമത് 57,700 എന്ന് പറയുന്ന ഒരു എൻട്രി പേ കാണിച്ചിട്ടുണ്ട്. അതെന്ന് പറയുന്നത് ലെവൽ 10 ആണ്. ഓക്കെ, അത് പ്രൊമോഷൻ അല്ലെങ്കിൽ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിൽ തന്നെ വരുന്ന ഒരു ഇതാണ്, എൻട്രി പേ തന്നെയാണ്. അത് അങ്ങോട്ട് പോകുന്ന സമയത്ത് കുറച്ചും കൂടെ ക്ലാരിറ്റി തരാം. ഓക്കെ, ഇതുകൂടാതെ പിന്നീട് മുന്നോട്ടുള്ള പോക്കുകളിൽ നമുക്ക് പ്രൊമോഷൻ പല രീതിയിലാവുന്നുണ്ട്. ലെക്ചർ സീനിയർ സ്കെയിൽ, ലെക്ചർ സെലക്ഷൻ ഗ്രേഡ് 1, സെലക്ഷൻ ഗ്രേഡ് 2, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്, പ്രിൻസിപ്പൾ. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് എൻട്രി പേ എല്ലാം വേരി ആവുന്നുണ്ട്. പല ലെവലിലോട്ട് മാറുന്നുണ്ട്. 11, 12, 13A1 അങ്ങനെ പല രീതിയിലുള്ള വേരിയേഷൻസ് വന്നിട്ടുണ്ട്. അപ്പം വൺസ് ഈ ഒരു ഫസ്റ്റ് ഒരു വരുന്ന സാലറി സ്കെയിൽ എന്ന് പറയുന്നത് 9Aയോ അല്ലെങ്കിൽ 10ഓ ആയിരിക്കും. അപ്പം 9A ആണെങ്കിൽ എൻട്രി പേ ആയിട്ട് വരുന്നത് 56,100ഉം 10 ആണ് വരുന്നതെങ്കിൽ 57,700 ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ ഇത് രണ്ടിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പം ക്വാളിഫിക്കേഷനെ ബേസ് ചെയ്തിട്ടാണ് ഈ ലെവൽ 9Aയും അല്ലെങ്കിൽ 10ഉം ഒക്കെ കൺസിഡർ ആവുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യുന്ന സമയത്ത്, അതായത് ഫസ്റ്റ് പോയിന്റിൽ നമ്മൾ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമുക്കൊരു നിശ്ചിത ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് പറയാറുള്ളത്. ഓക്കെ, അപ്പം അതായത് BE, BTech, BSc ഇൻ റെലവൻറ്റ് ഡിസിപ്ലിൻ വിത്ത് ഫസ്റ്റ് ക്ലാസ് ഓർ ഇക്വലൻ്റ് ആണ് പറയാറുള്ള ഈ ക്വാളിഫിക്കേഷൻ. അപ്പോൾ ഈ ക്വാളിഫിക്കേഷനുള്ള ആളാണെങ്കിൽ ആ ആൾക്ക് നിശ്ചയമായിട്ടും ജോബിൽ കയറുവാണെങ്കിൽ, ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിൽ കിട്ടുവാണെങ്കിൽ ലെവൽ 9A പ്രകാരമായിരിക്കും കയറുക. ഓക്കെ, അവരുടെ എൻട്രി പേ ആണ് ഈ പറയുന്ന 56,100. ഓക്കെ, ഇനി ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ട്, അതിൻ്റെ കൂടെ മാസ്റ്റേഴ്സ് ഡിഗ്രിയും ഉണ്ട്. ഓക്കെ, അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ, അതുപോലെ അവിടെയും പറയുന്നത് ബാച്ചിലേഴ്സ് ആൻഡ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ റെലവൻറ്റ് ഡിസിപ്ലിൻസ് വിത്ത് ഫസ്റ്റ് ക്ലാസ് ഇൻ എയ്തർ ഓഫ് ദി 2 അറ്റ് ദ ടൈം ഓഫ് സെലക്ഷൻ, ഇതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കേസുള്ള ആളാണെങ്കിൽ അവർക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിൽ വരുമ്പം ലെവൽ 10 ആണ് അവരെ കൺസിഡർ ചെയ്യുന്നത്. അവരുടെ എൻട്രി പേ എന്ന് പറയുന്നത് 57,700 ആയിരിക്കും. അപ്പോൾ ഇതാണ് ഈ ഒരു രണ്ട് ലെവലും തമ്മിലുള്ള വ്യത്യാസം. അതായത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഉള്ള ആളിനെ സംബന്ധിച്ച് മാത്രമുള്ള ആൾക്കാണ് 9A ലെവലും വരുന്നത്. ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സ് ഡിഗ്രിയും ജോയിൻ ചെയ്യുന്ന സമയത്തുള്ള ആളാണെങ്കിൽ അവർക്ക് വരുന്നതാണ് 57,700. ഓക്കെ, ഇനി നമുക്കിപ്പോൾ ആ ഒരു ബേസിക് പേയെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. ബേസിക് പേ മാത്രമല്ല, AICTE സ്കെയിലിനകത്ത് കൺസിഡർ ആവുന്ന വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ. അതായത് DA പറയുന്നുണ്ട്. ഡിയർനെസ് അലവൻസ് എന്ന് പറയുന്നത് 17% ആണ്. ഏറെക്കുറെ 9,537 റുപ്പീസാണ് പറയുന്നത്. പിന്നെ HRA ആണ്, ഹൗസ് റെൻ്റ് അലവൻസ് എന്ന് പറയും, 4 to 10% ആണ്. ഇത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിക്ക് അനുസരിച്ച് വേരിയേഷൻ വരും. അത് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 5,610 ആണ്. ഓക്കെ, ഇത്
മൂന്നും കൂടെ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഇതാണ് 71,247 ആണ് ടോട്ടൽ പേ ആയിട്ട് വരുന്നത്. അപ്പം ഈ ഒരു പോസ്റ്റിൻ്റെ ഒരു ഏറ്റവും നല്ലൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു സാലറി സ്കെയിൽ തന്നെയാണ്. കയറുന്ന സമയത്ത് തന്നെ നമുക്ക് ഇത്രയും ഒരു നല്ലൊരു സാലറി സ്കെയിലോട് തന്നെ കയറാൻ പറ്റും. അപ്പം ഈ ഒരു പോസ്റ്റ് നിങ്ങൾ ആരെങ്കിലും പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും പ്രിപ്പയർ ചെയ്യണം. കാരണം ഇത്ര നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ PSC എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന വളരെ കുറച്ച് എക്സാംസുകളേ ഉള്ളൂ. അപ്പോൾ അതിലൊന്നാണ് ഈ ലെക്ചറർ. അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റായിട്ട് ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ മറക്കരുത്. ക്വാളിഫൈഡ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരും ഇന്ന് തന്നെ മറക്കാതെ ഈ പോസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുക. അപ്പോൾ മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോ വരുന്നവരെ ഗുഡ് ബൈ.